എന്നാൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു ഡെവലപ്പർ ആകാൻ പറ്റുമോ? ഈ ഫ്ലട്ടർ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ എത്ര സമയം എടുക്കും? നിങ്ങൾക്കും സ്വന്തമായി ആപ്പ് ഉണ്ടാക്കാം, അതുകൊണ്ട് കോടികൾ നിങ്ങൾക്കും നേടാം. ഹലോ എവരിവൺ, വെൽക്കം ടു സ്കിൽ ഷോർ എഡ്യൂക്കേഷൻ. നിങ്ങൾ ഒരു വിദ്യാർത്ഥിയാണോ? അതല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണോ? അതല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്നും അടിപൊളി ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് മാറാൻ ഉദ്ദേശമുണ്ടോ? എങ്കിൽ നിങ്ങളിത് കേൾക്കണം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന വളരെ ബേസിക് ആയിട്ടുള്ള മാത്സ്, അതുപോലെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്ന ഒരു സംഗതിയാണ് ഫ്ലട്ടർ ആപ്പ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. അതായത് നിങ്ങൾ സാധാരണ കാണുന്നത് പോലെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ അനേകായിരം ആപ്പുകൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോണിൽ കാണുന്നുണ്ട്, എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അധിക ദിവസങ്ങൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. അതെല്ലാം ഉണ്ടാക്കിയ ആളുകളും അതിൻ്റെ കമ്പനികളെല്ലാം വളരെ കോടികൾ ക്യാഷ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അമ്മാനമാടുന്നതും കളിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ? ഇപ്പോൾ ട്വിറ്റർ, എക്സ് എന്നുള്ള കമ്പനി അല്ലേ, അത് എലോൺ മസ്ക് അടിപൊളിയായിട്ട് കൊണ്ട് നടക്കുന്ന, അയാളുടെ അടുത്ത് മില്യൺ കണക്കിന് ക്യാഷ് അദ്ദേഹം ഉണ്ടാക്കിയ ആദ്യത്തെ കമ്പനിയായിരുന്നു ഒരു പേയ്മെൻറ്റ് ഗേറ്റ് വേ അല്ലേ, പേപാൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഒരുപാട് സംഗതികൾ, ആപ്പുകളും സോഫ്റ്റ്വെയറുകളും കൊണ്ട് കളിക്കുന്നത് കാണാൻ പറ്റും. എന്നാൽ നിങ്ങൾക്കും ഇതുപോലെ ഒരു ഡെവലപ്പർ ആകാൻ പറ്റുമോ? യെസ്, നിങ്ങൾക്കും പറ്റും. വളരെ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ സമയത്ത് ഒരു കോഴ്സ് എടുത്ത് നിങ്ങളുടെ ഒരു എഫേർട്ട് അതിലേക്ക് എടുത്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആകാം ഒരു ആപ്പ് ഡെവലപ്പർ. നിങ്ങൾക്കും സ്വന്തമായി ആപ്പ് ഉണ്ടാക്കാം, അതുകൊണ്ട് കോടികൾ നിങ്ങൾക്കും നേടാം. നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ജോലി നേടാം. വർഷത്തിൽ 5 ലക്ഷമോ 10 ലക്ഷമോ 20 ലക്ഷമോ ഒക്കെ സാലറി ലഭിക്കുന്ന അടിപൊളി ജോലികൾക്ക് നിങ്ങൾക്കും എന്ത് ചെയ്യാം, ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. എന്നാൽ ഇതിന് വേണ്ട പലപ്പോഴും എങ്ങനെയാണ് ഇത് ചെയ്യുക, എന്താണ് ഈ ഒരു ആപ്പ്, എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്യുക, അതെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അകത്തേക്ക് പോകാത്തത്. അതിലുള്ള ഒരു പേടി, ഒരു ഭയം നമുക്ക് പലപ്പോഴും ഉണ്ടാവും. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. വളരെ ഒരു അടിപൊളി കോഴ്സ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരികയാണ്. ആ കോഴ്സ് നിങ്ങൾക്ക് നൽകുന്നത് ഫ്ലട്ടർ ആപ്പ് ഡെവലപ്മെൻറ്റ്. എങ്ങനെയാണ് നമ്മുടെ ഫോണിൻ്റെ അകത്ത് ആപ്പ് ഉണ്ടാക്കാം. ആ ആപ്പിൻ്റെ പ്രത്യേകത, അത് ആൻഡ്രോയിഡ് ഫോണിൽ മാത്രമല്ല, ആൻഡ്രോയിഡ് ഫോണിലും അതുപോലെ തന്നെ ഐഫോണിലും നമ്മുടെ വിൻഡോസ് കമ്പ്യൂട്ടറിലും അതുപോലെ മാക് കമ്പ്യൂട്ടറിലും എല്ലാ സ്ഥലത്തും റൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്പുകൾ ഉണ്ടാക്കുന്ന പ്ലാറ്റ്ഫോമാണ് ഫ്ലട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. എന്താണ് ഫ്ലട്ടർ ആപ്പ് ഡെവലപ്മെൻറ്റ്? ഫ്ലട്ടർ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്ലട്ടർ. ഓക്കെ, ഈ ഫ്ലട്ടറിൻ്റെ പ്രത്യേകത, നമ്മൾ ഒരു പ്രാവശ്യം എഴുതി കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല ടൈപ്പിലുള്ള മെഷീനിലും റൺ ചെയ്യാം. ഐഫോണിൽ റൺ ചെയ്യാം, ആൻഡ്രോയിഡ് ഫോണിൽ റൺ ചെയ്യാം, വിൻഡോസ് മെഷീനിൽ റൺ ചെയ്യാം, മാക് മെഷീനിൽ റൺ ചെയ്യാം, അതുപോലെ തന്നെ സെർവറായിട്ട് റൺ ചെയ്യാം. നമ്മൾ വെബ്സൈറ്റുകളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ റൺ ചെയ്യാം. അങ്ങനെ ഒരുപാട് തലത്തിൽ യൂസ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ് ഫ്ലട്ടർ. അതുകൊണ്ടാണ് നമ്മൾ ഫ്ലട്ടറിലേക്ക് ഫോക്കസ് ചെയ്യാൻ കാരണം. എന്നാൽ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഒരുപാട് അതിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നിങ്ങൾക്ക് കണക്കറിയാം, ബേസിക് മാത്സ്, ഒരു 10ാം ക്ലാസ് പ്ലസ് 2ൻ്റെ ഒക്കെ മാത്സ് നിങ്ങൾക്ക് അറിയാം. ലോജിക്കൽ തിങ്കിങ് ഉണ്ട്, നമുക്ക് യുക്തിപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ ആലോചിക്കാൻ പറ്റും. കുറച്ച് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നമുക്ക് വായിക്കാനും എഴുതാനും പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആവാം ഒരു ഫ്ലട്ടർ ആപ്പ് ഡെവലപ്പർ. ഇനി ഈ ഫ്ലട്ടർ ആപ്പ് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് എത്ര സമയം എടുക്കുമെന്നുള്ളതാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് നല്ല ഡെവലപ്പർ ആവാം. നിങ്ങൾക്ക് ആത്മാർത്ഥമായി നിങ്ങൾ സമയം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ, നിങ്ങൾക്ക് ബേസിക്കായിട്ട് ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിലും, ഈവൻ IT മേഖലയിൽ ഒരു ആപ്പോ ഒരു സംഗതിയോ ഒന്നും നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ള രൂപത്തിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമ്മൾക്കറിയാം, ഒരു എക്സാമ്പിൾ എടുക്കാം. നമ്മൾ ഒരു ഇൻസ്റ്റാഗ്രാം എടുക്കുക അല്ലേ, അതിലെന്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഫോട്ടോസ് കാണുന്നുണ്ട്, വീഡിയോസ് കാണുന്നുണ്ട്, നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അതിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും, ചെറിയ എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും, വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുപാട് സംഗതികൾ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറേ പേജുകൾ കൂടിയ ഒരു സാധനത്തിനാണ് നമ്മൾ എന്ത് പറയാം, ആപ്പ് എന്ന് പറയാം. ഈ ആപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കുറച്ച് ഇംഗ്ലീഷ് കോഡുകളാണ് ആവശ്യമുള്ളത്. ഇംഗ്ലീഷ് കോഡുകൾ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പറയാം, ഒരു പേജ് നമുക്ക് ഉണ്ടാക്കണം, ഈ പേജിൻ്റെ അകത്ത് ഫോട്ടോ ഇങ്ങനെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റണം, അതിങ്ങനെ വ്യൂ ചെയ്യാൻ പറ്റണം, സൂം ചെയ്യാൻ പറ്റണം, അങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെ കുറേ സംഗതികളാണ് ഫ്ലട്ടറിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇനി ഈ ഫ്ലട്ടർ ഇതൊക്കെ ഞാൻ പഠിച്ചു, ശരി, ഞാനതുവരെ സമയം എടുത്ത് പഠിച്ചു, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, റെഡി, എനിക്ക് ജോലി കിട്ടുമെന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം അല്ലേ? കാരണം ഒരുപാട് പേർക്ക് ഇതറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ ലോകത്തിൽ ഒരുപാട് പേർക്കൊന്നും എന്തറിയില്ല, ഈ ആപ്പ് ഡെവലപ്മെൻറ്റ് അറിയില്ല. ഉപയോഗിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്, മില്യൺ കണക്കിലുണ്ട്. പക്ഷേ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്കാർ അത്ര മില്യൺ കണക്കിന് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു അടിപൊളി ജോലി കിട്ടാൻ പറ്റും.
നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്ത് പോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും പറ്റും. ഒരു അടിപൊളി കമ്പനിയിൽ നിങ്ങൾ നല്ല സാലറിക്ക് പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലാപ്ടോപ്പും അത്യാവശ്യം ഒരു തിരക്കടില്ലാത്ത ഒരു ലാപ്ടോപ്പും നിങ്ങളുടെ കുറച്ച് സമയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ അടിപൊളിയായിട്ട് ജോലി ചെയ്യാം. ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ ഞാൻ പോയി കഴിഞ്ഞാൽ നല്ല സാലറി കിട്ടുമോ? കിട്ടും. എൻട്രി ലെവൽ തന്നെ 4 ലക്ഷം 5 ലക്ഷം ഒക്കെയാണ് വർഷത്തിൽ ഉള്ള മിനിമം ബേസിക് സാലറി ആയിട്ട് ഫ്ലട്ടർ നല്ല കമ്പനികൾ കൊടുക്കുന്നത്, ഒരു ആവറേജ് മിനിമം. ഇനി അതല്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്യണം, നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ട്, നിങ്ങൾക്കൊരു സ്റ്റോർ ഉണ്ട് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു ഡ്രസ്സ് കട ഉണ്ട് വിചാരിക്കുക, എന്തെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യണം? ഒരു ചെറിയ ആപ്പ് ഉണ്ടാക്കി കൊടുക്കണം, അവിടെ സാധനങ്ങൾ സെല് ചെയ്യാം, നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. വേറെ ആരുടെ ആവശ്യമില്ല, ക്യാഷും ഇൻവെസ്റ്റ്മെൻറ്റും അവിടെ ആവശ്യമില്ല. വളരെ ചെറിയ ഒരു ക്യാഷിന് ഒരു സെർവർ വാങ്ങിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തുച്ഛമായൊരു ക്യാഷ് മതി. നമ്മൾ യഥാർത്ഥത്തിൽ ഒരു 2 ദിവസം ചായ കുടിക്കുന്ന കാശ് മതി ശരിക്കും എന്ത് ചെയ്യുന്നത്, ഒരു ചെറിയ ആപ്പ് ഹോസ്റ്റ് ചെയ്യാൻ. നമ്മുടെ സമയം മാത്രമേ അവിടെ ആവശ്യമുള്ളൂ, നമ്മുടെ എഫേർട്ടും നമ്മുടെ സമയം മാത്രമേ അവിടെ ആവശ്യമുള്ളൂ. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും നിങ്ങളുടെ കുടുംബക്കാർക്ക് വേണ്ടിയിട്ടും നാട്ടിലെ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ആപ്പ് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ, ഡ്രസ്സ് വിൽക്കുന്ന ഇ-കൊമേഴ്സ് സ്റ്റോർ നിങ്ങൾക്ക് അറിയാം, ആമസോൺ അറിയാം, ഫ്ലിപ്കാർട്ട് അറിയാം, ആലിബാബ ഉണ്ട്, പലതുണ്ട്. അവരൊക്കെ കോടികൾ സമ്പാദിക്കുന്നുണ്ട് അല്ലേ? അതുപോലെ നിങ്ങൾക്ക് സമ്പാദിക്കാം. നിങ്ങൾ ഒരു അടിപൊളി ആപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിന് പരസ്യം കൊടുത്തിട്ട് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടും. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇനി ഈ ആപ്പ് നിങ്ങളുടെ നാട്ടിൽ മാത്രമാണോ യൂസ് ചെയ്യാൻ പറ്റുക? ഈ ആപ്പ് നിങ്ങളുടെ നാട്ടിൽ മാത്രമാണോ യൂസ് ചെയ്യാൻ പറ്റുക? ഒരിക്കലുമല്ല. ഇത് ലോകത്ത് എവിടെയും സെല്ല് ചെയ്യാം. ഇനി ഇതിൻ്റെ വേറെ പ്രത്യേകത, ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര തവണയും ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ പറ്റും. ഒരാളുകൾക്കല്ല, ആയിരക്കണക്കിന് ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താലും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ, ലക്ഷം കണക്കിന് ഫോണിൽ യൂസ് ചെയ്യണമെങ്കിലും അത് അതുപോലെ എന്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതാണ് ആപ്പിൻ്റെ പ്രത്യേകത. എന്നാൽ മറ്റ് കച്ചവട വസ്തുക്കളൊക്കെ നമുക്കറിയാലോ, ഒരു ഡ്രസ്സ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സെല്ല് ചെയ്യണം, വിൽക്കുകയാണെങ്കിൽ അത് ഒരു പ്രാവശ്യം വിൽക്കാൻ പറ്റുള്ളൂ. ഇത് അങ്ങനെയല്ല, ഒരു പ്രാവശ്യം കോഡ് എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഒരുപാട് തവണ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിൽക്കാൻ പറ്റും. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ വേറെ സംഗതി, ഫിനാൻഷ്യൽ ഫ്രീഡം എന്നുള്ള സംഗതി ഉണ്ടല്ലേ, വർക്ക് ഫ്രം എനിവർ, ലോകത്തെ എവിടെ നിന്ന് എനിക്ക് വർക്ക് ചെയ്യാം, ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കും എന്നുള്ളതൊക്കെ ഇതിൻ്റെ വളരെ വലിയ പ്രത്യേകതയാണ്. എന്നാൽ മറ്റ് ജോലികൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയാണ് IT മേഖലയിൽ ഇങ്ങനെയുള്ള ഡെവലപ്പേഴ്സിനുള്ള പ്രത്യേകത. ഇനി നമ്മൾ നൽകുന്ന കോഴ്സ് ഒരിക്കലും നിങ്ങൾക്ക് തിയറി പറഞ്ഞ് ബോറടിപ്പിച്ചിട്ട് ഒരു സ്കൂളിൽ പഠിക്കുന്ന പോലെ, അല്ലെങ്കിൽ ലൈക്ക് ഒരു കോളേജിലൊക്കെ നമ്മൾ തിയറി ക്ലാസ് മാത്രം കേട്ട് പഠിച്ചിട്ട് ആ രൂപത്തിൽ ഒരിക്കലും ആവില്ല. നമ്മൾ പ്രാക്ടിക്കലായിരിക്കും. പക്ക നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത് പഠിക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യും. ഒരുപാട് പ്രൊജക്റ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് ഇറങ്ങുന്ന സമയത്ത്, കോഴ്സ് കഴിയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പ്രൊജക്റ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. ഈ പ്രൊജക്റ്റുകളെല്ലാം നമ്മുടെ പോർട്ട്ഫോളിയോയിൽ, നമ്മളെ റെസ്യൂമിൽ നമ്മൾ വെക്കും. നമ്മൾ ഇത്ര 10 പ്രൊജക്റ്റ് 20 പ്രൊജക്റ്റൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ കാണിക്കും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഏത് കമ്പനി പോയി കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് പോർട്ട്ഫോളിയോ കാണിച്ചു കൊടുക്കാം. ഞാൻ ഇത്രയും ചെയ്തിട്ടുണ്ട്, വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, ഞാൻ ഫ്രഷർ ആയിരിക്കും എന്നാണ് പലപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു സങ്കടം ഉണ്ടാവുക. ഞാൻ ഫ്രഷറാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല, അപ്പോൾ എങ്ങനെയാണ് ഒരു കമ്പനി ഹയർ ചെയ്യുക? സ്വാഭാവിക കമ്പനീസും ചോദിക്കുക, നിങ്ങൾ ഫ്രഷർ ആണല്ലോ, നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ഉള്ളത്? അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ ഇൻ്റർവ്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സഹായിക്കും. നിങ്ങൾ എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം, അതിന് വേണ്ട പ്രിപ്പറേഷൻ, അതിന് അൽഗോരിതമിക് തിങ്കിങ് എങ്ങനെ വേണം, അതിൻ്റെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതുപോലെ കോഡിങ് കോമ്പറ്റീഷൻസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ ക്ലിയർ ചെയ്യണം, ഗ്രൂപ്പ് ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും, ഗ്രൂപ്പ് ഡിസ്കഷനിൽ എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത്, ഓക്കെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ പക്ക പ്രിപ്പയർ ചെയ്തിട്ട് പ്രൊഫഷണൽസിനെയാണ് എന്ത് ചെയ്യുക, കോഴ്സ് കഴിയുമ്പോഴേക്ക് പുറത്തിറങ്ങാം. അതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ പ്രത്യേകത, ഈ കോഴ്സ് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉള്ള അംഗീകൃത സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ലഭിക്കും. ഓക്കെ. പക്ക സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കും. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എവിടെ എന്ത് ചെയ്യാം, ജോലി അപ്ലൈ ചെയ്യാൻ, നിങ്ങൾ പ്രൊഫഷണലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് അടിപൊളി പ്രൂഫ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ നിങ്ങൾ ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എവിടെ പോയാലും ധൈര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ജോലിക്ക് അപ്ലൈ ചെയ്യാനും അവരെ കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്തിട്ട് നിങ്ങളെ ജോലിയിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ സഹായങ്ങളും എന്ത് ചെയ്യും, ഞങ്ങളെ ഭാഗത്തു നിന്ന് ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ഓക്കെ. നിങ്ങൾ വെറുതെ ഒരു കോഴ്സ് പഠിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ വെറുതെ വിടുക എന്നുള്ളതല്ല, 100% ട്രസ്റ്റഡ് ആയിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ. ഫ്രം ഡേ 1 ടു ഡേ Z, അവസാനം വരെ നിങ്ങൾ ജോലി പ്രവേശിച്ച് കഴിയുന്നവരെ ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അതിനെ അപ്സ്കെയിൽ ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ വേണ്ട സഹായങ്ങൾ ചെയ്യും. ലൈക്ക് ജസ്റ്റ് അത് ഒരു കണ്ടിന്യൂസ് ജേണിയാണ് നിങ്ങൾ സ്കിൽ ഷോറിൻ്റെ കൂടെ നടത്തുന്നത്. നമ്മൾ ഫ്ലട്ടറിലൂടെ അതിന് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലായിടത്തും വരുന്നതാണ്. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ അടിപൊളിയായിട്ട് കുറേ സംഗതികൾ വേറെയും ചെയ്യാൻ പറ്റും.
ഇനി നിങ്ങൾ ഫ്ലട്ടർ കോഴ്സ് പല സ്ഥലത്തും കേട്ടിട്ടുണ്ടാവും, മൊബൈൽ ഡെവലപ്മെൻറ്റ് പല സ്ഥലങ്ങളും കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഒരു ജസ്റ്റ് ഫ്ലട്ടർ മാത്രം പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അടിപൊളി ജോലി കിട്ടുമോ എന്നും ആ ഒരു ജോലിയിൽ തുടർന്ന് പോകാൻ പറ്റുമോ, എപ്പോഴും നല്ല സാലറി ഉണ്ടാവുമോ, അതിലേക്ക് പിന്നെ കൂടുതൽ സാലറി ഇൻക്രീസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതായിരിക്കും ചോദ്യം. നമ്മൾ ഈ കോഴ്സിൻ്റെ കൂടെ ലഭിക്കുന്നത് ഫ്ലട്ടർ മാത്രമല്ല. ഓക്കെ, ഫ്ലട്ടറിൻ്റെ കൂടെ IoT കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ എന്താണ് IoT? യഥാർത്ഥത്തിൽ IoT എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നുള്ളതാണ്. ഓക്കെ, അതിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങളെ വീട്ടിലുള്ള CCTV ക്യാമറ, അതുപോലെ ഡോറ് ഒക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലോകത്ത് വേറെ സ്ഥലത്ത് ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓൺ ചെയ്യാൻ പറ്റും, ഓഫ് ചെയ്യാൻ പറ്റും. വീട്ടിൽ വെള്ളമടിക്കുന്ന മോട്ടർ ഉണ്ടെങ്കിൽ ആ മോട്ടർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ടാങ്കിൽ എത്ര വെള്ളം ഉണ്ടെന്ന് അറിയാനും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പറ്റും. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ എന്ത് പറയാം, IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് പറയാം. അതായത് നമ്മളെ സാധാരണ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഡിവൈസുകളെ നമ്മൾ എന്ത് ചെയ്യും, ഇൻ്റർനെറ്റുമായിട്ട് എന്ത് ചെയ്യും, കണക്ട് ചെയ്യും. ഇതിന് ഒരുപാട് സാധ്യതകളുണ്ട്. ഓക്കെ, നമ്മൾ മെഡിക്കൽ മേഖലകളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മെഡിസിൻ ഡിസ്പെൻസർ എന്ന് പറയാൻ പറ്റും. അതായത് സമയമാകുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾ വെച്ച് മെഡിസിൻ എന്ത് ചെയ്യും, പ്രായമുള്ള ആളുകളൊക്കെ ഉണ്ടാവും, അവർ കറക്റ്റ് ടൈമിൽ മെഡിസിനുകൾ പുറത്ത് വരും, ഇത് നിങ്ങൾ കഴിക്കണ സമയത്തുണ്ടെന്ന് പറയാം. അതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ കാണാം വാക്യൂം ക്ലീനേഴ്സ് കാണും, ഓട്ടോമാറ്റിക് വാക്യൂം ക്ലീനേഴ്സ്, നമുക്കത് കൺട്രോൾ ചെയ്യാം, ഓട്ടോമേറ്റഡ് ആയിട്ട് പോകും അല്ലേ. അങ്ങനെ ഒരുപാട് സംഗതികൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ IoT ഡിവൈസുമായി ബന്ധപ്പെട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മൾക്കറിയാം എല്ലാവരും പൊതുവെ മടിയന്മാരായി കൊണ്ടിരിക്കുകയാണ് അല്ലേ. എല്ലാവർക്കും റിലാക്സ് ചെയ്യണം, നമ്മൾ മാനുവലി ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഈ മെഷീനുകളും ഡിവൈസുകളും ഒക്കെ ചെയ്തു തരണം. നിങ്ങൾക്കറിയാം ടെസ്ല കാറില്ലേ, അതിൻ്റെ അകത്ത് ഒരുപാട് IoT ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യാം, അത് ഓട്ടോമാറ്റിക് ഡ്രൈവ് ചെയ്യും അല്ലേ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എല്ലാം ഇനി വരുന്ന അടുത്തൊരു ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഡിവൈസുകളിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഡിവൈസുകൾ സ്വന്തം അവരുടെ ജോലി ചെയ്യണം, നമുക്ക് ജസ്റ്റ് ഒരു ആപ്പ് വഴി എന്ത് ചെയ്താൽ മതി, കൺട്രോൾ ചെയ്താൽ മതി എന്നുള്ളത് മാത്രം നമുക്ക് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ വീട്ടു ജോലികൾ, ഈവൻ കുട്ടികളെ നോക്കുന്നത് വരെ ആ ഒരു രൂപത്തിലേക്ക് എന്ത് ചെയ്യണം, മാറിക്കൊണ്ടിരിക്കണം. ഇനി ഫാക്ടറികളിലേക്ക് പോകും, റോബോട്ട്സാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നതില്ല, റോബോട്ട്സ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻ്റർനെറ്റ് ഓഫ് തിങ്സുമായി കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ ക്ലബ്ബ് ചെയ്യുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoTയും അതുപോലെ ഫ്ലട്ടറും കമ്പൈൻ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. അതുകൂടെ നിങ്ങൾക്ക് എന്തായി, ആ ഒരു രണ്ട് മേഖല നിങ്ങൾ സ്ട്രോങ് ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിക്കാരനായിട്ട് എവിടെയെങ്കിലും ഒന്നും വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് ഡിവൈസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു സിമ്പിൾ എക്സാമ്പിൾ, നിങ്ങൾക്ക് അറിയാവുന്ന എക്സാമ്പിൾ, ഒരു സ്കൂളിലെ ഓട്ടോമാറ്റിക് ബെൽ സിസ്റ്റം. അപ്പോൾ ഓട്ടോമാറ്റിക് ബെൽ സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വിൽക്കാൻ പറ്റും, നിങ്ങൾക്ക് തന്നെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തി വിൽക്കാൻ പറ്റും. അത് ജസ്റ്റ് ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ബെല്ല് ഇങ്ങനെ റിങ് ചെയ്തിട്ട് പോകും അല്ലേ. അതുപോലെ ഒരു ഫാക്ടറിയിൽ മാനേജ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഓട്ടോമേഷൻ പ്രോസസ്സ്, അതല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് കിച്ചൺ, ഒരു ബർഗർ മേക്കിംഗ് മെഷീൻ നമുക്ക് പറയാം, ഒരു റോബോട്ടിക്സ് ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു ഫോണിലൊരു ഫ്ലട്ടർ ആപ്പിൽ ജസ്റ്റ് ഒരു സംഗതി ക്ലിക്ക് ചെയ്യുക, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് ബർഗർ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, അത് ബർഗർ കുറച്ച് കോസ്റ്റ്ലിയാണ് നമ്മൾ പറയുന്നത്, കുറച്ച് ഹൈ ലെവലാണ്, ബട്ട് ചെറിയ ലെവലിൽ പറഞ്ഞു വരികയാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ കുറേ സംഗതികൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എസ്പെഷ്യലി കമ്പ്യൂട്ടേഷൻ കോസ്റ്റ് നമുക്ക് എന്തെങ്കിലും കുറഞ്ഞു വരികയാണ്. ആദ്യ കാലത്തൊക്കെ നമുക്ക് ലൈക്ക് ഒരു 16 GB ഉള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങണം, റാമുള്ള ലാപ്ടോപ്പ് വാങ്ങണമെങ്കിൽ തന്നെ നമുക്ക് നല്ല കോസ്റ്റ് കുറഞ്ഞു വരുന്നു, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. അതുപോലെ നമുക്ക് നമ്മുടെ ഫോണുകളൊക്കെ എന്ത് ചെയ്യാണ്, നമ്മുടെ ഫോണുകളൊക്കെ കൂടുതൽ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാർഡ്വെയറുകൾ എപ്പോഴും എന്ത് ചെയ്യണം, ഇപ്പം കൂടുതൽ പവർഫുൾ, കുറഞ്ഞ ക്യാഷിന് കൂടുതൽ പവറുള്ള ഹാർഡ്വെയർ ലഭിക്കണം. അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് നമുക്ക് എപ്പോഴും ഇനി വരുന്ന ഭാവിയിൽ നമുക്ക് എപ്പോഴും അത് ഭയങ്കര ക്രൂഷ്യലായിട്ട് വരും. കാരണം നമുക്കത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, അതിന് വേണ്ട ഡിവൈസുകൾ കിട്ടും. പൊതുവേ നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹാർഡ്വെയർ മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടുതലാണ്. നമ്മളധികം ഡിപ്പെൻഡ് ചെയ്യുന്നത് ചൈനയാണ് അല്ലേ. ചൈനീസ് ഡിവൈസുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, പൊതുവെ പർച്ചേസ് ചെയ്യുക, എസ്പെഷ്യലി IoT കാര്യങ്ങളൊക്കെ. എന്നാൽ നമുക്കിവിടെ സാധ്യതകൾ യഥാർത്ഥത്തിലുണ്ട്. നമുക്ക് ഒരുപാട് ജനങ്ങൾ നമ്മളെ ഇന്ത്യയിൽ തന്നെ ഉണ്ട്, നമുക്കതിന് ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. എന്നാൽ അതിൻ്റെ പ്രൊഡക്ഷൻ നമ്മുടെ നാട്ടിൽ എന്താണ്, കുറവാണ്. അപ്പോൾ ആ ഒരു മേഖലയിലൂടെ ഉള്ള ഒരു ഗ്യാപ്പ് നികത്തിക്കൊണ്ടാണ് നമ്മൾ ഈ IoTയുടെ എസ്പെഷ്യലി കോഴ്സ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് IoT സെപ്പറേറ്റ് പഠിക്കാമെന്നുണ്ടെങ്കിൽ ബേസിക്കലി നമുക്കതുകൊണ്ട് ഒരുപാട് യൂസ് ഉണ്ട്. ഈ IoT എന്നുള്ളത് ഫ്ലട്ടർ കൊണ്ട് മാത്രമല്ല, മറ്റ് മേഖലകൾ ലൈക്ക് റിയാക്റ്റ് അതുപോലുള്ള ലൈക്ക് പൈത്തൺ, ജാങ്കോ അതുമായിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് എ പ്ലഗ് ആൻഡ് പ്ലേ. ഓക്കെ, ഇത് ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല സംഗതിയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈവൻ ഫ്ലട്ടർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റിൻ്റെ ഐഡിയയും കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് ലൈക്ക് ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോംസുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഈവൻ നമ്മൾ ഇതിൻ്റെ അകത്ത് ഫ്ലട്ടർ യൂസ് ചെയ്യുന്ന ഫയർ ബേസ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ MQTT പ്രോട്ടോകോൾസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ IoTയുടെ കൂടെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിത് കോഴ്സിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേസിക് പഠിച്ചു വരുന്ന ആൾക്ക് വളരെ സിമ്പിളായിട്ട് ഇതിനെ ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, അതായത് ഉൾക്കൊള്ളാൻ പറ്റും.
ഓക്കെ, നമ്മൾ ഭയങ്കര ഹൈ ലെവലായി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഒരു പ്രയാസം വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഒന്നും അറിയാത്ത ഒരാൾക്ക് പഠിക്കാവുന്ന രൂപത്തിലാണ് ഇതിൻ്റെ കോഴ്സ് സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് വർഷം ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള അക്കാഡമിഷ്യൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ കൂടി ആലോചിച്ചിരുന്നിട്ടാണ് നമ്മളിതിൻ്റെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പേടിയും വേണ്ട. നിങ്ങൾ ആ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈക്ക് 0 to 100 എന്നുള്ള രൂപത്തിൽ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് അതിനുള്ള ഗ്യാരണ്ടി ഞങ്ങൾ തരികയാണ്. നിങ്ങളെ ഒരു പക്ക പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും. ഒരു അടിപൊളി ആപ്പ് ഡെവലപ്പർ വിത്ത് IoT നിങ്ങൾക്ക് ഡെവലപ്പറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റും മാറാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി IoT ഡെവലപ്പേഴ്സിന് ആവശ്യമുള്ള കമ്പനികൾ ഒരുപാടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും, ജോലി കിട്ടും. ഓക്കെ, ഒരുപാട് അനന്ത സാധ്യതകൾ അതിൻ്റെ അകത്ത് ഉണ്ട്. ഫ്യൂച്ചറിൽ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞതുപോലെ സ്കിൽ ഷോർ ഇവിടെ നിങ്ങൾക്ക് അവസാനിക്കുന്നില്ല. നിങ്ങൾക്ക് അടുത്ത സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനും എന്ത് ചെയ്യും, ആ സ്കിൽ ഷോർ പുതിയ കോഴ്സുകളുമായിട്ട് ഓരോ സാഹചര്യം അനുസരിച്ചിട്ടുള്ള കോഴ്സുകൾ എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് അപ്സ്കെയിൽ ചെയ്യാൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ, ഇനി പലപ്പോഴും ഹാർഡ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക എന്താണ്, ഭയങ്കര കോസ്റ്റാണ്, ഭയങ്കര ക്യാഷാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അത്ര കോസ്റ്റൊക്കെ എനിക്ക് വാങ്ങിക്കാൻ കഴിയും? ഞാനൊരു വിദ്യാർത്ഥിയാണ്, അതല്ലെങ്കിൽ ഞാനൊരു ചെറിയ ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വലിയ കോസ്റ്റുള്ള വലിയൊരു എമൗണ്ടൊക്കെ മുടക്കിയിട്ട് എനിക്ക് ഒരു വലിയ ഡിവൈസൊക്കെ വാങ്ങാൻ പറ്റുമോ? എന്നാൽ നിങ്ങൾക്കുള്ള കോഴ്സാണിത് യഥാർത്ഥത്തിൽ. വളരെ ചെറിയ ക്യാഷിന് ലഭിക്കുന്ന ഒരു 500 രൂപ 1000 രൂപയോ 300 രൂപ ഒക്കെ ലഭിക്കുന്ന, അതിൻ്റെ അകത്ത് ലഭിക്കുന്ന ചെറിയ ഡിവൈസുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് നൽകുന്നത്. ഓക്കെ, ഈ ഒരു ഡിവൈസ് നമുക്ക് കണക്ട് ചെയ്ത് ജസ്റ്റ് നമ്മളെ ലാപ്ടോപ്പിലേക്ക് കണക്ട് ചെയ്യുക, കുറച്ച് കോഡും കാര്യങ്ങളൊക്കെ എഴുതുക. നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന സെർവറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെർവർ എന്ന് പറഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു ടൂൾ, ഒരു ബ്രോക്കർ എന്നുള്ള പോലെ. അപ്പോൾ ആ സെർവറൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, കണക്ട് ചെയ്ത് പഠിക്കും. അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല കോൺഫിഡൻ്റ് ആവും. നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള സംഗതികൾ തന്നെ കുറേ IoT ഡിവൈസുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഒരു ചെറിയൊരു എമൗണ്ട് നമ്മൾ മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വലിയ എക്സ്പോണൻഷ്യലായിട്ടുള്ള ഗ്രോത്ത് നിങ്ങൾക്ക് ഉണ്ടാവും. എസ്പെഷ്യലി IT മേഖലയുടെ കേസിൽ നിങ്ങൾക്ക് ഒരു വർഷം കിട്ടുന്ന സാലറി ഒരു പക്ഷേ അടുത്ത വർഷം ആകുമ്പോഴേക്കും എന്ത് ചെയ്യും, അത് ഡബിൾ ആയിട്ടുണ്ടാവും. വേറൊരു മേഖലയിൽ നിങ്ങൾക്ക് അങ്ങനെ ലഭിക്കില്ല അല്ലേ. 10 LPA 10 ലക്ഷം വർഷത്തിൽ 10 ലക്ഷം സാലറി വാങ്ങുന്ന ഒരാൾക്ക് ലൈക്ക് നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ചിലപ്പോൾ 15 ലക്ഷം 20 ലക്ഷം ഒക്കെ എത്താം അല്ലേ. കാരണം അത്രയും നിങ്ങളുടെ സ്കില്ലാണ് അവിടെ വാല്യൂ. നിങ്ങളുടെ എത്രത്തോളം അതിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾ നൽകുന്നു, നിങ്ങൾ എത്രത്തോളം പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ് അവിടെ. സാധാരണ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും, ലക്ഷങ്ങൾ കോടികൾ അതിലേക്ക് വീണ്ടും റീഇൻവെസ്റ്റ് ഒരുപക്ഷെ ചെയ്യേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെയല്ല. നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ ടൈമും നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും വലിയ റിട്ടേൺ അവിടെ നിന്ന് എന്ത് ചെയ്യും, ലഭിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അടിപൊളിയായിട്ട് ഡ്രീം ചെയ്യുക. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കോഴ്സ് നിങ്ങൾ എടുക്കുക. അതിൻ്റെ കൂടെ ഫുൾ സപ്പോർട്ട്, ഫുൾ മെൻറ്ററിങ്, 1-to-1 മെൻറ്ററിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒരു പേടിയും ആവശ്യമില്ല. നിങ്ങളെല്ലാ സംശയങ്ങളും ഞങ്ങൾ ക്ലിയർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ മുന്നോട്ട് പോവുക. ഓക്കെ, ഈ കോഴ്സ് എടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഒരു മെൻറ്റർ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. Day 1 മുതൽ മെൻറ്റർ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ചെറിയൊരു ടെസ്റ്റ് ഞങ്ങൾ തരും. ഈ ടെസ്റ്റ് നിങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഇംഗ്ലീഷ് സ്കിൽ എങ്ങനെയാണ്, പേടിക്കൊന്നും വേണ്ട, വളരെ ചെറിയൊരു ടെസ്റ്റായിരിക്കും അത്. അതുപോലെ മാത്തമാറ്റിക്കൽ സ്കിൽ, കണക്ക് കൂട്ടാനുള്ള നിങ്ങളുടെ എബിലിറ്റി എന്താണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നോക്കും. അത് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ മെൻറ്റർ നിങ്ങളെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യും. എന്നിട്ട് പറഞ്ഞു തരും നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണ്, നിങ്ങൾ ഏത് മേഖലയാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എത്രത്തോളം ഈ കോഴ്സ് ആപ്റ്റാണ്. നമുക്ക് വ്യത്യസ്ത ലെവലിലുള്ള കോഴ്സുകളാണ് ഇവിടെ ഉണ്ടാവുക. ബിഗിനർ, ഇൻ്റർമീഡിയറ്ററി, അഡ്വാൻസ്ഡ് എന്നുള്ളത്. അതിൽ ഏതാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക, നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള നിങ്ങളുടെ ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.